ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിൻ്റെ ഫലപ്രഖ്യാപനം കഴിഞ്ഞു. പ്രധാനപ്പെട്ട പ്രസിഡന്റും അല്ലെങ്കിൽ അധ്യക്ഷന്മാരുമൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ഇപ്പോഴും ഈ പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ തിരുത്തൽ നടപടികൾ വേഗത്തിലാക്കാൻ ഒരുങ്ങുകയാണ് CPM. ഇന്നു മുതൽ പാർട്ടി സംസ്ഥാന സമിതി യോഗം ചേരുകയാണ്. സംഘടനാ തലത്തിലുണ്ടായ പോരായ്മകൾ പരിഹരിക്കാൻ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാനാണ് CPMന്റെ തീരുമാനം. അതോടൊപ്പം തന്നെ കേന്ദ്രത്തിനെതിരായ പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെടുത്തുക, ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്യാൻ ഇടതുമുന്നണി യോഗവും ഇന്ന് ചേരുന്നുണ്ട്. പ്രാദേശിക തലത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടായതായാണ് ഇപ്പോൾ എന്തായാലും CPM വിലയിരുത്തുന്നത്. വിവരങ്ങളുമായി രജിത്ത് ചേരുകയാണ്. രജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കേട്ടതാണ്, അതായത് CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയും അതോടൊപ്പം തന്നെ ഈ ഭരണവിരുദ്ധ വികാരവും ഒന്നും ഈ കാര്യമായിട്ടില്ല എന്നുള്ളത്. പക്ഷേ പ്രാദേശിക തലത്തിൽ അത് ഉണ്ടായി എന്നുള്ള വിലയിരുത്തലിലേക്ക് അവർ എത്തുകയാണ്. തുടർ നീക്കങ്ങളും തുടർ നടപടികളും എന്തൊക്കെയായിരിക്കും? ലിജി, ഗുഡ് മോർണിംഗ്. ഇത് പ്രധാനപ്പെട്ട കാര്യം, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് പരാജയമുണ്ടായതിനു ശേഷം ആദ്യമായാണ് ഇവർ വിശദമായ ഒരു പഠനത്തിന് മുതിരുന്നത് എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ കാര്യത്തിൽ വിശദമായ ഒരു ചർച്ച തന്നെ നടത്തിയത്. ആ ചർച്ചയിലാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സംഘടനാ തലത്തിൽ ഉണ്ടായിട്ടുള്ള പോരായ്മകൾ പരിഹരിക്കണമെന്നും അതിനൊരു പ്രത്യേക ആക്ഷൻ പ്ലാൻ അടക്കം ഉണ്ടാകണമെന്ന കാര്യവും അവർ ഉയർത്തിക്കാട്ടുകയും അതുമായി മുന്നോട്ട് പോകാനും തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുക എന്നത് തന്നെയാണ്. അത് സെക്രട്ടേറിയറ്റിൽ എടുത്ത തീരുമാനങ്ങൾ ഇനി സംസ്ഥാന സമിതിയിലും അതുപോലെ തന്നെ LDFലും ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ ആക്ഷൻ പ്ലാൻ അടക്കം അവിടെ ചർച്ച ചെയ്തതിന് ശേഷം ഇക്കാര്യത്തിൽ തീരുമാനത്തിലേക്ക് പോകാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെടുത്താനാണ് ഇതിലെ പ്രധാന കാര്യം എന്നതാണ്. അത് ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ, അതായത് ഒരു ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ തന്നെ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത് പ്രാദേശിക തലത്തിൽ മാത്രമാണ്. അത് നിലവിൽ നോക്കുകയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാണ് അത് പ്രതിഫലിച്ചത്. അതുകൊണ്ട് അത് പ്രാദേശിക തലത്തിൽ മാത്രമാണ് എന്ന ഒരു വിലയിരുത്തലിലേക്ക് പാർട്ടി പോകുന്നു എന്നതാണ്. ഒപ്പം തന്നെ സംസ്ഥാന തലത്തിൽ അത്തരത്തിലൊരു നീക്കം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഇല്ല എന്നാണ് പാർട്ടി വിലയിരുത്തിയിരിക്കുന്നത്. എന്തുതന്നെയായാലും പ്രാദേശിക തലത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടായി. ആ ഭരണവിരുദ്ധ വികാരത്തെ എതിർക്കാൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്ന ഒരു വിലയിരുത്തൽ കൂടി അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെയും ഈ കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട ചർച്ചയായി വന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആക്ഷൻ പ്ലാനാണ് ഇവർ തയ്യാറാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ശബരിമല വിവാദവും അവർ പ്രധാന ചർച്ചാ വിഷയമായി എടുത്തു എന്നത് തന്നെയാണ്. ആ പാർട്ടി നേതാക്കൾക്കെതിരെ പരാതികൾ കൈകാര്യം ചെയ്യുന്നതിൽ നിലവിൽ പാർട്ടിക്ക് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പാർട്ടി തലത്തിൽ യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. പക്ഷേ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അത് പ്രതിപക്ഷമടക്കം അല്ലെങ്കിൽ മറ്റ് കക്ഷികളടക്കം അത് ആയുധമാക്കിയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ കാര്യങ്ങളും ആക്ഷൻ പ്ലാനുകളും അടക്കം ഇന്നത്തെ സംസ്ഥാന സമിതിയിലും ചർച്ച ചെയ്യും. സംസ്ഥാന സമിതിയിൽ ചർച്ച ചെയ്ത് വിശദമാക്കി തന്നെ LDF അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം LDF യോഗം ചേരുന്നുണ്ട്. ആ LDF യോഗത്തിലും ഇക്കാര്യങ്ങൾ വിശദമാക്കി കൂടുതൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെടുത്തി കാര്യമായി തന്നെ മുന്നോട്ട് പോകാനാണ്, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കോട്ടങ്ങളൊക്കെയും പരിഹരിക്കാനാണ് പാർട്ടി തയ്യാറെടുക്കുന്നത്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. ഇന്നലെ ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൻ്റെ തീരുമാനങ്ങൾ ഇന്നത്തെ സംസ്ഥാന സമിതിയിലും തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം ചേരുന്ന LDF യോഗത്തിലും ചർച്ച ചെയ്ത് വിശദമായ തീരുമാനത്തിലേക്ക് എത്തി പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് പാർട്ടി തയ്യാറെടുക്കുന്നത്. ശരി, എന്തായാലും ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമാണ് ഭരണമുന്നണിക്ക് നേരിടേണ്ടി വന്നത്. സ്വാഭാവികമായും അതിൽ നിന്നും ഒരു തിരുത്തൽ അവർ പ്രതീക്ഷിക്കുക അല്ലെങ്കിൽ ആഗ്രഹിക്കുക സ്വാഭാവികം മാത്രമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഇപ്പോൾ ഈ തിരുത്തൽ നടപടികൾ വേഗത്തിലാക്കുക എന്നതാണ് CPM ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അതിൻ്റെ വിവരങ്ങളാണ് രജിത്ത് നൽകിയത്.